പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ തന്നെയാണ് നമ്മുടെ പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ. കേക്കിൻ്റെ വീഡിയോ തന്നെയാണ്. സമയക്കുറവ് മൂലമാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. സമയം തീരെ കിട്ടിയിരുന്നില്ല. കാരണം പ്രതീക്ഷകൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരുന്നു കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിൽ വീഡിയോയിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. കാരണം ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു ജനുവരി 1 ഇന്നലെ വൈകുന്നേരം. അപ്പോൾ ഏതായാലും ആ ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടി ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയ കേക്ക് ആരാണ് കട്ട് ചെയ്തത് എന്ന് അറിയണ്ടേ? ഒരു ചെറിയൊരു ഫംഗ്ഷൻ്റെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി അവസാനമായിട്ട് കൊണ്ടുകൊടുത്ത കേക്ക്, അതായത് ന്യൂ ഇയർ ഓർഡറിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്ത ഒരു കേക്ക്. അത്രയും ഫേമസ് ആയ ഒരാളാണ്. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്തതാണ്. ആരാണ് എന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനൊരു വലിയൊരു ഇൻട്രോ എനിക്ക് കൊടുത്തിട്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ന്യൂ ഇയറിന് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഓർഡർ കിട്ടിയിരുന്നു. കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓർഡർ തന്നെയാണ് കിട്ടിയത്. അതിൽ എല്ലാ കേക്കുകളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോ ചെയ്യാനും ഒന്നും പറ്റിയിരുന്നില്ല. കാരണം അത്രയും തിരക്കിലായിരുന്നു. 2 ദിവസങ്ങളിലായിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരുപാട് വൈകി 3 മണിക്കൊക്കെയാണ് കിടന്നത്. അത്രയും ഇതുണ്ടായിരുന്നു, ഓർഡർ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കേക്കും കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഓർഡറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വളരെ ഡൗൺ ആയിരുന്നു കേക്കിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ഇയറിന് എത്രമാത്രം കേക്ക് ഉണ്ടാവും എന്നുള്ളത് വലിയൊരു ആശങ്കയിലായിരുന്നു. പക്ഷേ ആ ആശങ്കകളൊക്കെ മറികടന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് അപ്പുറത്തേക്കാണ് കേക്കിൻ്റെ ഓർഡർ വന്നത്. അത് കൂടുതലും വലിയ കേക്കുകളായിരുന്നു. അപ്പോൾ അത് നമ്മൾ 3 കിലോ രീതിയിലൊക്കെ ഉള്ളതിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യക്കുറവ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ കേക്കുകളും ഓരോരോ സമയമാകുമ്പോഴത്തേക്ക് ഓരോ ടീം വന്നിട്ട് എടുത്തെടുത്ത് പോയത് കൊണ്ട് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കേക്കിനെയും ഒരുമിച്ച് നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരുപാട്, അതായത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി, ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 3ാമത്തെ ന്യൂ ഇയർ ആണ്. ഇതുവരെ കിട്ടിയതിനേക്കാളും ഒരുപാട് അധികം നമുക്ക് കേക്കുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 കിലോ കേക്കിൻ്റെതാണ്. അപ്പം ഞാനത് ജസ്റ്റ് എല്ലാ കേക്കിൻ്റെ കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. കാരണം വീഡിയോ എടുക്കുമ്പം അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിപ്പോവും. പിന്നെ മകൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. മകൻ അവർ NSSൻ്റെ ക്യാമ്പിലായിരുന്നു. ഇന്നലെ ഉച്ചയാകുമ്പോഴത്തേക്കാണ് അവർ തിരിച്ചെത്തിയത്. അവനുണ്ടെങ്കിൽ അവനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തോളുമായിരുന്നു. പക്ഷേ അത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയ കേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള 3 കിലോയുടെ കേക്കുകൾ 6-7 കേക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവബഹുലമായിരുന്നു 2 ദിവസങ്ങൾ. അപ്പോൾ കുറച്ച് കേക്കുകളിൻ്റെ മേലെ എഴുതുന്നതും ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണണം. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ദയവേത് ഒന്ന് ലൈക്ക് ചെയ്യണേ, മറന്നു പോവാതെ. അപ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കൊരു ഊർജ്ജം ഉണ്ടാകുന്നത്. വീഡിയോസിന് ഒക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ല, കേക്കിൻ്റെ ഓർഡർ തീരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ന്യൂ ഇയറിന് വളരെ എന്താ പറയുക, ഒരുപാട് സന്തോഷം തന്ന ഓർഡർ കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ കേക്കുകളും പറഞ്ഞ സമയത്ത് അതിൻ്റെ ഇടയിലൂടെ കുറച്ച് കേക്കുകൾ ഡെലിവറി കൂടി ചെയ്യേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും കിട്ടിയ സമയത്ത് പറഞ്ഞ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കേക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കേക്കുകളെയും നമുക്ക് ഒരുമിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് എല്ലാ കേക്കിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയതും ഇല്ല. എന്നാലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. 1 by റെസ്റ്റ് ഇല്ലാതെ വർക്കിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല.
കുറച്ച് വീഡിയോസേ ഉള്ളൂ. അപ്പോൾ എന്നാലും അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടമാവുമായിരുന്നു. കാരണം ഇന്നലെ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ 1ാം വാർഷികവും ന്യൂ ഇയർ ആഘോഷം എന്നുള്ള രീതിയിൽ അവരുടെ വെൽവിഷേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വൈകുന്നേരം ആയിരുന്നു പരിപാടി. രാത്രി ഒരു 7 മണി 8 മണി ആ സമയത്തായിരുന്നു പരിപാടി. അപ്പോൾ ഇത്രയും കേക്കുകൾ മാത്രമേ എനിക്ക് ഒരുമിച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഓരോരോ സമയങ്ങളിൽ ഓരോരുത്തർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലത്തെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ ഞാൻ അവിടെ കൊണ്ടു കൊടുക്കണമായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് പിന്നെ ഇങ്ങനെയാണ് ആൾ വരുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ആളെ കണ്ടല്ലോ. നമ്മുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള, അതായത് 37 മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ ജില്ലക്കാർ തന്നെയാണ് KL ബ്രോ, ബിജു, ഋത്തിക്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് വന്നത്. ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ്, അവരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇതിൻ്റെ അത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഏതാണ് സ്ഥാപനം എന്താണെന്നൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം അവർ ആ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് അവർ ഇന്നലെ വീഡിയോ എടുത്തില്ല. അവർ വീഡിയോ എടുക്കാനായിട്ട് മറ്റൊരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം കിട്ടിയത് മനസ്സിൽ എന്നെന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു ജനുവരി 1 ഈ 2024 ഉണ്ടായത്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ന്യൂ ഇയർ.